അപ്പോൾ ദാ ഇന്ന് സെപ്റ്റംബർ 1-ാം തീയതിയാണ്. നാളെ പിള്ളേർക്ക് സ്കൂൾ തുറക്കുവാണ്. അങ്ങനെ ഫൈനലി ആഫ്റ്റർ 68 ഡേയ്സ് ഓഫ് വെക്കേഷൻ സ്കൂളിൽ പോവാണല്ലേ റോണു ആയിരുന്നു? എക്സൈറ്റഡ് ആണ്. അവർക്ക് വീട്ടിലിരുന്ന് നല്ല ബോറടിയായിരുന്നു, അതുകൊണ്ട് അവർക്ക് എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. കാര്യം നമ്മൾ ഓഗസ്റ്റ് 1st വീക്കോ 2nd വീക്കോ എന്തോ പോയിട്ട് എല്ലാ സാധനങ്ങളും പിള്ളേർക്ക് വേണ്ടത് മേടിച്ചായിരുന്നു. പക്ഷെ നമ്മളൊന്നും പാക്ക് ചെയ്തിട്ടില്ല, ഒന്നിലും പേരെഴുതിയിട്ടില്ല. അപ്പം ഇന്ന് പേരെഴുതൽ ചടങ്ങാണ്. എല്ലാ സാധനത്തിലും ഇവരുടെ രണ്ടുപേരുടെയും പേരൊക്കെ എഴുതി എല്ലാവരും അവരുടെ ബാക്ക് പാക്കിലെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ നാളെ സ്കൂളിൽ കൊടുത്തു വിടും. റെഡി? സന്തോഷമുണ്ട്, കാണിക്കുന്നില്ലെന്നേ ഉള്ളെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പേരെഴുതൽ ചടങ്ങിലേക്ക് എല്ലാവരെയും സാദരം ക്ഷണിക്കുന്നു. എല്ലാവരും കിടന്നു വരൂ അല്ലേ? പിള്ളേരുടെ സാധനങ്ങൾ നമ്മൾ മേടിച്ചതെല്ലാം ഇങ്ങനെ കൂടിനകത്തിരിക്കുമായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് ടേബിളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ ലിസ്റ്റ് അനുസരിച്ച് ഏറൻ്റെ ഇവിടെയും ആയറിൻ്റെ ഇവിടെയായിട്ട് വെക്കാം. ഏറൻ ആയരൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ പോലെ റോങ്കുട്ടൻ്റെ ഇവിടെയും ആരോട്ടിയുടെ ഇവിടെയായിട്ട് വെക്കാം. എന്നിട്ട് വേണം നമുക്ക് പേര് എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. പേരെഴുതാതെ സ്കൂളിലേക്ക് വിട്ടാലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് അറിയില്ലല്ലോ ആരുടെ എന്നൊക്കെയാണ്. അപ്പോൾ എല്ലാവരും എടുത്തിട്ട് പോകും. അതേസമയം പേരെഴുതി കഴിഞ്ഞാൽ ടീച്ചറിന് അത് നോക്കിയിട്ട് ഓക്കെ ഇന്ന ആളുടെയാണിത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാത്തിലും പേരെഴുതി കൊടുക്കുന്നത്. കുറച്ചൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാലൻസ് ഉള്ളത് ഉപയോഗിക്കാത്തത് ടീച്ചേഴ്സ് തന്നുവിടും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് അത് എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് ബാലൻസ് ഉള്ളതാണ് കേട്ടോ നമ്മൾ ഈ വർഷം മേടിച്ചത്. അപ്പോൾ മേടിച്ചതെല്ലാം ടേബിളിൽ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഞാൻ റോങ്കുട്ടനും ആരോട്ടിക്കും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കാണാം. One plastic pencil box, no zippers pocket, no zipper pockets. Yeah. ഇത് ആരോട്ടിക്ക് ഉള്ള ഒരു പെൻസിൽ ബോക്സ് ആണ് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. സിപ്പ് ഉള്ളതൊന്നും പറ്റില്ല, സിപ്പ് ഉള്ളത് പറ്റത്തില്ല, മറ്റേ ഒന്നും പറ്റത്തില്ല, പ്ലാസ്റ്റിക് തന്നെ വേണമെന്ന്. അതുകൊണ്ടാണ് കേട്ടോ പിള്ളേർക്ക് ഈസി ആയിട്ട് തുറക്കാൻ പറ്റുന്നത്, അതുകൊണ്ടായിരിക്കും. ഓക്കെ, എനിവേസ് അടുത്തത് റോണാണ് എൻ്റെ എല്ലാ വർഷത്തെയും ഹെൽപ്പർ. One bottle white glue. ഏതാ അത്? സൈസ് ഒന്നും എഴുതിയിട്ടില്ലല്ലേ? ഓക്കെ, നമ്മളിതാ എല്ലാം പിള്ളേരുടെ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്നതൊക്കെ റോങ്കുട്ടിന് കൊണ്ടുപോകാനും ഈ ടേബിളിൽ വെച്ചിരിക്കുന്നതൊക്കെ ആരോട്ടിക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ റോങ്കുട്ടൻ്റെ റിക്വസ്റ്റ് പ്രകാരം റോങ്കുട്ടൻ്റെ പേര് എല്ലാത്തിലും എഴുതി ചേർക്കാം. റോങ്കുട്ടൻ റിക്വസ്റ്റ് ചെയ്ത് ഈ പ്രാവശ്യം റോങ്കുട്ടൻ്റെ ആദ്യം ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം റോങ്കുട്ടൻ്റെ ചെയ്യാം അല്ലേ അരു? അരു പപ്പയുടെ അടുത്തേക്ക് പോയി. അരുവിന് പപ്പയുടെ മടിയിലിരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഈ ചെയറിൽ ഇരിക്കുമ്പോൾ കിട്ടുന്നില്ല എന്നാണ് അവൾ അവകാശപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ചെയറിൽ ഇരിക്കാന്ന്. തുടങ്ങാം. എനിവേ സിപ്ലോ ബാഗിലൊക്കെ അവളുടെ പേര് ഓൾറെഡി ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ ഇങ്ങോട്ട് കൊടുത്തു വിട്ടത്. അത് വെച്ചതിന് അവസാനം ഒന്നോടെ ഒന്ന് ചെക്ക് ചെയ്യാൻ അമ്മയ്ക്ക് ആവശ്യം വരും. 225 ml 2 വൈറ്റ് ഗ്ലൂ നമുക്ക് സൂപ്പർ സ്റ്റോറിൽ നിന്ന് കിട്ടിയായിരുന്നു കേട്ടോ. വേറെ എവിടെ ഞാൻ ഇത്രയും വലിയ ബോട്ടിൽ കണ്ടിട്ടില്ല. എനിവേസ് അതിൽ നിന്ന് അങ്ങ് തുടങ്ങാം അല്ലേ റോണോ? പശ വെച്ചങ്ങ് ഒട്ടിക്കട്ടെ അവര്. റോങ്കുട്ടിനും ആരോട്ടിക്കും നമുക്ക് ഹെഡ്സെറ്റ് കൊടുത്തു വിടണം കേട്ടോ ഈ പ്രാവശ്യം. ഹെഡ്ഫോൺസ് വയർ ഉള്ളത് വേണം കൊടുത്തു വിടാൻ, വയർലെസ് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വാൾമാർട്ടിൽ നമ്മൾ അത് മേടിച്ചായിരുന്നു. ഇതാണ് കേട്ടോ, രണ്ടുപേർക്കും സെയിം കളർ തന്നെ നമ്മൾ മേടിച്ചത്, വൈറ്റ് ആൻഡ് ഗ്രീൻ. നല്ലല്ലേടാ? അപ്പോൾ ഇതാണ് റോങ്കുട്ടനും ആരോട്ടിക്കും നമ്മൾ മേടിച്ചിട്ടുള്ള ഹെഡ്സെറ്റ്. ഇത് തന്നെ ആരോട്ടിക്കും ഉണ്ട് കേട്ടോ. ആരോട്ടിയുടെ ഇതുവരെ പേര് എഴുതിയിട്ടില്ല. റോങ്കുട്ടൻ്റെയാണ് ഇത്രയും നേരം നമ്മൾ ചെയ്തത്. റോങ്കുട്ടൻ്റെ അപ്പം എല്ലാം നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടെ ഒരു ബാഗിനകത്താക്കി ഇതെല്ലാം സെറ്റാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ ഓരോ സിപ്പ് ലോക്കിലാക്കി ഞാൻ കൊടുത്തു വിടുവാണ്. സോ അവർക്കും അത് ഈസി ആയിട്ട് എടുത്തു വെക്കാനൊക്കെ പറ്റുമല്ലോ. റോങ്കുട്ടിന് വേണ്ടിയിട്ട് മേടിച്ച ബാക്ക് പാക്ക് റോണു തന്നെ ചൂസ് ചെയ്താണ് കേട്ടോ. അന്ന് നമ്മൾ വാൾമാർട്ടിൽ പോയപ്പോൾ വാട്ടർ ബോട്ടിൽ ഇതൊക്കെ വാഷ് ചെയ്യണം എനിക്ക്. ഇതൊന്നും ചെയ്തില്ല. പിള്ളേർ നാളെ എക്സൈറ്റഡ് ആ സ്കൂളിൽ പോകാൻ. ഞാൻ അത്ര എക്സൈറ്റഡ് ആവുമെന്ന് വെച്ചാൽ അറിയില്ല, കാരണം ജോലിക്ക് പോയി തുടങ്ങണമല്ലോ. ഓ റോങ്കുട്ടൻ്റെ പെൻസിൽ ബോക്സ് അതൊന്നും തരില്ല, ഇതിനകത്ത് വെച്ചതുകൊണ്ട്. ഓക്കെ, എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളിതാ റോങ്കുട്ടൻ്റെ ബാഗിലേക്ക് എല്ലാം എടുത്ത് വെക്കുകയാണ് കേട്ടോ. നാളെ സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി പിന്നെ ഒന്നും ചെയ്യേണ്ട വരില്ലല്ലോ. അപ്പോൾ
പക്ഷേ ഈ ഫസ്റ്റ് ഡേ മാത്രമേ ഇങ്ങനെ കൊണ്ടുപോകാനുള്ളൂ കേട്ടോ. ഇതൊന്നും തിരിച്ച് വീട്ടിലേക്ക് തന്നു വിടുവോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ ഇവർക്ക് ഹോംവർക്ക് കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ദിവസവും ടെക്സ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ, നോട്ട് ബുക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇന്നിപ്പം നാളെ ഇപ്പം ഇവർ ഫസ്റ്റ് ഡേ ചെല്ലുമ്പോൾ ഇതെല്ലാം സ്കൂളിൽ കൊണ്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോരുമ്പോൾ, അതായത് സ്കൂളെല്ലാം കഴിഞ്ഞിട്ട് ഒരു വർഷത്തെ എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അവർ കൊടുത്തു വിടുള്ളൂ. ലാസ്റ്റ് ഡേ ഓഫ് സ്കൂളിലാണ് ഇതെല്ലാം ഇനി തിരിച്ചു കൊടുത്തു വിടുള്ളൂ. അന്നേരമാണ് നമ്മൾ അറിയണോ ഇതൊക്കെയാണ് ഇവരെ പഠിപ്പിച്ചതെന്നുള്ളത്. പിന്നെ ഇൻ ബിറ്റ്വീൻ ഈ പറഞ്ഞ പോലെ ഡെമോ ഓഫ് ലേണിംഗ് കൊണ്ടിട്ടോ എല്ലാം 3 മാസം കൂടുമ്പോഴും അന്നേരവും നമുക്ക് അറിയാൻ പറ്റും ഇന്നതൊക്കെയാണ് ഇവർ പഠിക്കണേന്നുള്ളത്. പക്ഷെ നമുക്കൊന്നും തന്നു വിടത്തില്ല. ഇവർ ചെയ്ത കുറച്ച് പ്രൊജക്ട്സ് കാര്യങ്ങളൊക്കെ തന്നു വിടും എന്നല്ലാതെ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്ന് അന്നന്ന് തന്നു വിടുന്ന ഒരു ഇതില്ല കേട്ടോ. റോങ്കുട്ടിന്റെ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ നാളെ സ്കൂളിൽ പോയാൽ മതി. നല്ല ഹെവിയാ മോനെ. ഇനിയിപ്പോ ഐറൂട്ടിയുടെയും കൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപാടികൾ കഴിഞ്ഞു. ഇതുപോലെ തന്നെ ഐറൂട്ടിയുടെയും ഞാൻ എല്ലാം ചെയ്തിട്ട് കാണിക്കാം കേട്ടോ, കാരണം ഒത്തിരി ഉണ്ട്. പിന്നെ ഇൻഡോർ ഷൂസും കൂടെ ഉണ്ട് കേട്ടോ. റോങ്കുട്ടന്റെ ഇൻഡോർ ഷൂസ് നമ്മൾ ഇപ്രാവശ്യം വൈറ്റ് ആണ് മേടിച്ചത്. ആക്ച്വലി നമ്മൾ ഡാൻസിന് വേണ്ടിയിട്ട് മേടിച്ചതാ. പക്ഷെ ഡാൻസ് പിന്നെ ആ ഒരു ഡാൻസ് മാത്രം വൈറ്റ് ഷൂസ് ഇട്ട് കളിച്ചിട്ട് പിന്നെ നമുക്ക് ഈ ഷൂസിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ വിചാരിച്ചു ഇത് സ്കൂളിലെ ഇൻഡോർ ഷൂസ് ആയിട്ട് കൊടുത്തു വിടാമെന്ന്. അപ്പോൾ പിന്നെ അത്രയും ഡേർട്ടി ആവില്ലല്ലോ, ഇൻഡോറിൽ മാത്രം അവർ ഇടുന്നതുകൊണ്ട്. അതുകൊണ്ട് റോണുനും ആരോനും വൈറ്റ് ഷൂസ് ആണ് കേട്ടോ ഇൻഡോർ ഷൂസ് ആയിട്ട് നമ്മൾ ഇപ്രാവശ്യം കൊടുക്കുന്നത്. ആരോട്ടിയുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഫസ്റ്റ് തന്നെ ഡ്രൈ റൈസ് ബോർഡാണ് കേട്ടോ പൊട്ടിക്കുന്നത്. എന്നിട്ട് പൊട്ടിച്ച് ഇതിനകത്ത് ഇതാ ഈ ഒരു വൈറ്റ് ഡ്രൈ റൈസ് ബോർഡും ഉണ്ട്, പ്ലസ് ഇങ്ങനെ ഒരു ബോർഡും കൂടെ ഉണ്ട്. അപ്പോൾ പിൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിൻ്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് ഉണ്ടാവുമെന്ന്, കുട്ടികളല്ലേ. ആരൂട്ടിയുടെ നമ്മളെല്ലാം പേരെഴുതി കഴിഞ്ഞു, എല്ലാത്തിലും പേരെഴുതി. ഇനിയിപ്പോൾ നമുക്കിതാ 5 സിപ്ലോക്ക് ബാഗാണ് അവർക്ക് കൊടുത്തു വിടാനുള്ളത്. അപ്പോൾ ഓരോ സിപ്ലോക്ക് ബാഗിലും എല്ലാം ഇട്ടിട്ട് നമുക്ക് പാക്ക് ചെയ്ത് ബാക്ക് പാക്കിലേക്ക് എടുത്തു വെക്കാം. കുഞ്ഞിപ്പെണ്ണിൻ്റെ ബാക്ക് പാക്ക് ഇതാണ് കേട്ടോ. അവള് ചൂസ് ചെയ്തത് ഇതാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടിക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്കിതിനകത്തേക്ക് എല്ലാം വെച്ച് നാളെ കുഞ്ഞാപ്പിനെയും കൂടെ സ്കൂളിൽ വിടാം. അല്ല, ഇത് അവള് വേറെ ആയിട്ട് എടുത്തതാ, സെപ്പറേറ്റ് എടുത്തതാ. ലഞ്ച് ബാഗ്, അവളുടെ ന്യൂ വാട്ടർ ബോട്ടില് ഒക്കെ ആയിട്ട് എൻ്റെ കുട്ടിക്കാലം ഞാൻ ഓർത്ത് പോകുന്നു, വല്ലാതെ മിസ് ചെയ്യുന്നു ഇപ്പോൾ. ഓക്കെ, നമുക്ക് ഇതെല്ലാം കൂടെ ഇതിനകത്തേക്ക് പുറത്ത് വെക്കാം കേട്ടോ. ഓക്കെ, എനിവേസ് ഐറൂട്ടിയുടെ എല്ലാ സാധനങ്ങളും നമ്മൾ കഴിഞ്ഞു. ഇതാണ് ഐറൂട്ടിയുടെ ബാഗ്. ഐറൂട്ടിയുടെ ബാഗിലേക്കും കൂടെ നമുക്ക് എല്ലാ സാധനവും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു. ഐറൂട്ടിയുടെയും ഇത് വൈറ്റ് ഷൂസ് ആണ് കേട്ടോ, ഇൻഡോർ ഷൂസ് ആയിട്ട് നമ്മൾ ഇപ്രാവശ്യം കൊടുത്തു വിടണേ. പിന്നെ ഇത് അവൾ ചൂസ് ചെയ്തതാണ്. ഇതും പ്ലാസ്റ്റിക് അല്ല, സാൻഡ് അകത്ത് കയറും. ബട്ട് ഇറ്റ്സ് ഓക്കെ, ലെറ്റ് ദം ക്ലീൻ ഇറ്റ്. ഒരു ബിഗ് കിഡ്സ് ആയില്ലേ, അവരിനി പഠിക്കട്ടെ ഇതൊക്കെ ക്ലീൻ ആട്ടെ. അപ്പം എന്തായാലും ഐറൂട്ടിയുടെ ചോയ്സ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇത്. ഇതാണ് ഔട്ട്ഡോർ ഷൂസ്. ഈ ഒരു പാക്കിംഗ് വീഡിയോ ഞാൻ എടുക്കാനുള്ള കാരണം ഇത് അത്ര വലിയൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കാണുമ്പോൾ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ഒന്നും അല്ല. പക്ഷേ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എൻ്റെ മക്കൾക്ക് ഭാവിയിൽ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവരുടെ ഗ്രേഡ് 4 അല്ലെങ്കിൽ ഗ്രേഡ് 1 നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പാക്ക് ചെയ്തതെന്നൊക്കെ അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ വലുതാകുമ്പോൾ ഇതൊന്നും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരു ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.